റോക്കറ്റ് സാങ്കേതികവിദ്യയും ഉപഗ്രഹ സാങ്കേതികവിദ്യയുമൊക്കെ പീസ്ഫുള്ളായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മിലിറ്ററി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ ഒറ്റ കാരണം കൊണ്ട് മറ്റ് വികസിത രാഷ്ട്രങ്ങൾ ഇത്തരം ടെക്നോളജി ഇന്ത്യയുമായിട്ട് പങ്കുവയ്ക്കുമായിരുന്നില്ല. പ്രത്യേകിച്ചും അന്ന് പൊക്രാൻ എക്സ്പ്ലോഷന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ബാൻ കാറ്റഗറിയായി. അത് കാരണം ഒരു മെറ്റീരിയൽസോ കമ്പോണൻസോ ടെക്നോളജിയോ ഇവിടെ ഇന്ത്യയിലേക്ക് വരില്ല. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള സാങ്കേതികവിദ്യകളെല്ലാം തന്നെ നമ്മളെ ഇവിടെ തന്നെ സ്വദേശീയമായിട്ട് എടുക്കേണ്ട ഒരു വെല്ലുവിളിയാണ് ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. നോക്കിക്കഴിഞ്ഞാൽ റോക്കറ്റുകളിൽ ആദ്യം 60കളിൽ നമ്മൾ ഉണ്ടാക്കിയ റോക്കറ്റ് ഇന്നിപ്പോൾ ദീപാവലിക്ക് ഉപയോഗിക്കുന്ന റോക്കറ്റിനേക്കാളും ഒരു ഇരട്ടി വലിപ്പം കാണും, അത്രയേ ഉള്ളൂ. അതുമായിട്ട് നോക്കുമ്പോൾ SLV-3 എന്ന് പറഞ്ഞിട്ട് അതുണ്ടാക്കാനായിട്ട് ആദ്യത്തെ സ്റ്റേജിന് തന്നെ 10 ടൺ പ്രൊപ്പലൻ്റ് ലോഡ് ചെയ്തിട്ടുള്ള ഒരു റോക്കറ്റാണ് ഉപയോഗിക്കുക. രണ്ടാമത്തേത് ഒരു 2 ടൺ ഉള്ളത്, പിന്നെ ഒരു 1 ടൺ അടുപ്പിച്ചത്, പിന്നെ അവസാനത്തെ സ്റ്റേജ് ഒരു 350 കിലോഗ്രാമിന് അടുപ്പിച്ചപ്പോൾ ഇങ്ങനെ ഒരു 4 റോക്കറ്റ് മോട്ടോറുകൾ ഉണ്ടാക്കണം. പിന്നെ അതിൻ്റെ ഗതി നിർണ്ണയിക്കാനുള്ള സംവിധാനം വേണം, അതിനുള്ള ഇലക്ട്രോണിക്സ് വേണം, ജാരോസ്കോപ്സ് വേണം ഒക്കെ. അപ്പോൾ ഇതൊക്കെ വികസിച്ചെടുക്കാനുള്ള ഒരു രൂപരേഖ തയ്യാറാക്കുകയും അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാക്കുകയുമായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി.